അളിയാ ആ സുമേഷ് ചെറുക്കൻ എന്തിനാ അളിയാ കാണിക്കണത്? എനിക്ക് അറിഞ്ഞൂടേ, ഞാൻ നിന്നെ തപ്പി നടക്കായിരുന്നു. എന്താ അളിയാ? എന്നെ പോലീസ് പൊക്കാത്ത രീതിയിൽ എനിക്ക് മൃഗപാലൻ ഡോക്ടറെ ഉപദ്രവിക്കണം. നടക്കോ? അയാൾ ഇപ്പോഴും പ്രശ്നം തന്നെ. ചുമ്മാ ആ സുമേഷ് അയാളെ അനിയത്തിയെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞല്ലേ. അതിനുശേഷം മുതൽ അയാൾ എന്നെ ക്ലിനിക്ക് ഇട്ട് പീഡനം 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 തന്നെ. പീഡിപ്പിക്കണ അളിയ ഒരു ഗ്യാസ് കൊടു അളിയാ അങ്ങോട്ട്. എന്തോന്ന് ഡോക്ടർ കളിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് കൊടുക്കാൻ പറ്റുമോ? കളിയാക്കണേനെ ഞാൻ വെച്ച് വല്ല സൂചിയിട്ട് കുത്തേ അല്ല ചൂടും എല്ലാം വെച്ചെടുത്ത് വെച്ചെന്നല്ലേ വിചാരിച്ചത്. പൊള്ളിക്കുന്ന വാക്കുകളാണ് അയാൾ പറയണേ. പിന്നെ അല്ലാതെ എന്നാ ഒരു പണി കൊടുക്കാം. അളിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കണോ അത് അറിയിക്കാതെ കൊടുക്കും? അറിയിക്കാതെ കൊടുത്താൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അറിയിക്കാതെ കൊടുത്താൽ അയാൾ വീണ്ടും അളിയനെ തന്നെ പിടിപ്പിച്ചോണ്ടിരിക്കൂലേ. ആ പക്ഷെ അറിഞ്ഞാൽ അയാൾ എന്നെ വീണ്ടും ഹരാസ് ചെയ്യൂലേ. പക്ഷെ അറിയിക്കാതെ കൊടുത്തതാണ് പ്രശ്നം. ഏത് അളിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും അളിയന്റെ തലേ കുതിര കയറും. കൺഫ്യൂഷൻ ആയല്ല. അറിയിച്ചേനെ കൊടുക്കാം അളിയാ, എന്നാലേ അളിയന്റെ ബാരൊക്കെ മാവ് ഓടിത്തള്ളുള്ളൂ. ഏത് അറിയിച്ച് തന്നെ കൊടുക്കാം. പക്ഷെ വേറെ ആരും അറിയില്ലേ, പിന്നെ പോലീസ് പിടിക്കൂലടാ. പക്ഷേ ഇത്രയും കണ്ടീഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോ കളിയാ. അങ്ങനൊക്കെ ഒരു പാട്ട സ്കൂട്ടറുണ്ട്, അതിന്റെ ബ്രേക്ക് അങ്ങ് പൊട്ടിച്ചാലാണ്. അവളെ സ്കൂട്ടറിന്റെ ബാഗൊന്നും പൊട്ടിക്കല്ലേ അളിയാ. അവസാനം ഞാൻ ഈ പാണ്ടി ലോറിൽ ഇടിച്ച് അളിയ അവസാനം തൂങ്ങും. ഓ എന്നാ CBI പൊക്കും അല്ലേ? യാദവനാണെങ്കിൽ അളിയനെ തന്നെ പൊക്കും. എന്നാ പിന്നെ നീ വേറൊരു ഐഡിയ പറഞ്ഞാ അങ്ങനെ മോന്ത വലയിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേറൊരെണ്ണം സെറ്റ് ചെയ്തെടുക്കണം, പണി കൊടുക്കാം. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ സിംഹാസനവും എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ കത്തിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതളിയ ടെൻഷൻ അടിക്കണ്ട, അത് മിക്കൊരു മാമൻ തന്നെ കത്തിക്കും. നിനക്ക് ബോക്സിങ് അറിയാമോ? ബോക്സിങ് അറിയാമോ? ഞാൻ ചെറുതായിട്ട് പഠിച്ചോണ്ടിരിക്കുക. വെറുതെ ചെയ്ത് നോക്കടാ. മൂക്കിട്ടടിച്ചോ എന്റെ. എന്തോന്ന് കൊറേ നേരമായല്ലേ. ഇതെന്തോന്നടാ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? സിംഹാസനം. സിംഹാസനോ? ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? കാശ് കൊടുത്ത് മേടിച്ച്. ആര് നീയാ? നീ കുറെ കാശ് കൊടുത്ത് വാങ്ങിക്കും. ഡേയ് ആട് ചോദിച്ചടാ എന്റെ കസേര ഇവിടെ എടുത്ത് മാറ്റിയത്? എന്റെ അച്ഛ ഇതിനേക്കാൾ ലുക്ക് താണ്ട് ഇതിനില്ലേ. അതുകൊണ്ട് നേരെ കാണുന്ന രീതിയിൽ ഞാൻ അതങ്ങ് എടുത്തിട്ട് അച്ഛൻ തന്നെ ഇങ്ങോട്ടിരുന്നോ. പിന്നെ ഞാനില്ലാത്ത നേരം വേണമെങ്കിൽ ഇതിനകത്തിരുന്നോ, കുഴപ്പമൊന്നുമില്ല. അയ്യടാ എനിക്ക് എന്റെ അവതാരി ഒന്നും വേണ്ട, എടുത്ത് മാറണേ അങ്ങോട്ട്. എന്റെ അച്ഛൻ ഞാൻ അച്ഛമ്മ ചോദിച്ചിട്ട് അതെടുത്ത് വിടട്ടെ. ഡേയ് നിങ്ങളിത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞ അച്ഛാ ഉത്തോണ്ണ അന്നേരെ പറഞ്ഞ അച്ഛനത് കണ്ടു കഴിഞ്ഞാൽ ഈഗോ ആയിരിക്കും എടുത്ത് മാറ്റാൻ. ഓ ഈഗോ? അങ്ങനെയല്ല, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ അച്ഛന്റെ ഈഗാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലാതെ അച്ഛന്റെ ചാരി കസേര കിടന്ന സ്ഥലത്ത് അവനൊരു കസേര കൊണ്ടിട്ടിട്ട് അതിനകത്ത് അവൻ കയറിയിരിക്കുന്ന നേരത്ത് തെറ്റൊന്നുമില്ലല്ലോ. തെറ്റാണ്, അവൻ ചെയ്താണ് 100% തെറ്റ്. നിന്നോട് അപ്പഴേ പറഞ്ഞല്ലോ എടുത്ത് മാറ്റാൻ. അച്ഛൻ വിഷമാവുന്ന എന്റെ ചേട്ടത്തി ഞാൻ എന്തിനാ എടുത്ത് വരുന്നത്? അച്ഛമ്മ പറഞ്ഞു ഇത് വീട്ടാ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാ അച്ഛമ്മയുടെ വീടില്ലേ. എന്നാലും നീ ചെയ്ത മോശമായി പോയി. വേണ്ട മോളെ, നീ കൂടുതലൊന്നും പറയണ്ട. അവനെന്റെ സിംഹാസനം കട്ടിപ്പിടിച്ച് വിടുന്നോട്ടെ. അല്ലെങ്കിൽ പ്രായമായവരും എല്ലാ വീട്ടിലും അനുഭവിക്കുന്നത് ഈ അവഗണന. ഞാൻ എന്റെ കസേരയും പിടിച്ചോണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയിരുന്നോളാം. തുടങ്ങി സെന്റി. എന്റെ അച്ഛൻ എന്തിനാ സെന്റി അടിക്കുന്നത്? വേണം ഞാൻ തോന്നിയിരുന്നോ? അയ്യോ വേണ്ടായേ. ഞാനേ നിങ്ങളെപ്പോലെ വലിയ വലിയ ആൾക്കാർ ഇരിക്കുന്നിടത്ത് നമ്മളെപ്പോലുള്ള ചെറിയ പഴയ ആൾക്കാരിരുന്ന ശരിയാവൂല മക്കളെ. ഞാനേ എൻ്റെ ഈ കസേര എടുത്തോണ്ട് എനിക്കിഷ്ടമുള്ള അടുത്ത് പോയിരുന്നോളാം. ഓയ്യോ സമാധാനമായല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയം വേദനിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലടാ. നിന്നോട് അപ്പഴേ പറഞ്ഞല്ലോ. എന്റെ ചേട്ടത്തി ഇതിപ്പോ ഇവിടെ 2 കസേര ഇടുള്ള സ്ഥലമല്ല, പിന്നെന്ത് കുഴപ്പം എന്തുവാ? എന്നാൽ എന്താ അച്ഛന്റെ ഹൃദയം നൊന്നില്ലേ? കലിപ്പായോ? ഇതെന്ത് കടിക്കുന്നേ? പിന്നെ ഞാൻ കുളിച്ചാന്നല്ലേ. എടി ലളിതേ, നമുക്ക് ഇവിടുന്ന് താമസം മാറ്റിയാലോ? ആ സുമേഷ് ഒരു കസേര കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകാനൊക്കെ പോകുന്നത്? എടി ഇതൊക്കെ ഒരു സൂചന. ഇന്നവൻ എൻ്റെ കസേരയെ മാറ്റിയുള്ളൂ, നാളെ ഇനി എൻ്റെ കട്ടിൽ സാധനങ്ങളൊക്കെ മാറ്റുള്ളൂ. ആര് കണ്ടു? അച്ഛനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ആ എഴുന്നേറ്റോ. എടി നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയായി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയുന്നത്? പ്രത്യേകിച്ച് വല്ലതും നടന്നു? ഇനി എന്തോ നടക്കാൻ? ഞാനും നിന്റെ അമ്മയും കൂടെ അഗതി മന്ദിരത്തിലോട്ട് താമസം മാറ്റാൻ പോകുന്നു. അഗതി മന്ദിരത്തിലോട്ടോ? പിന്നല്ലാതെ വാടക വീട്ടിലോട്ട് മാറാനൊന്നും എൻ്റെ കാശൊന്നുമില്ല. ഇനി നമുക്കേ അഗതി മന്ദിരത്തിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നോക്കാൻ ആരുമില്ലാത്ത കാശില്ലാത്ത പാവങ്ങളാണെന്നങ്ങ് പറഞ്ഞേക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ സംഭവം എന്നോടും കൂടെ ഒന്ന് പറയുമോ? എടി പിങ്കി, ആ സുമേഷ് ഒരു കസേര കൊണ്ടുവന്ന് അച്ഛന്റെ ചാരു കസേര കിടന്നിടത്ത് കൊണ്ടുവന്നിട്ട്. കസേരയോ? അവൻ എവിടുന്ന കസേര? അതറിഞ്ഞൂടാ. എടി അത് മനഃപൂർവ്വം അവൻ എന്നെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്തതല്ലേ അത്? എന്നോട് ചോദിച്ചാ എനിക്ക് എങ്ങനെ അറിയാനാ? ഇപ്പൊ അഥവാ ഇട്ടെങ്കിൽ തന്നെ അച്ഛൻ എന്തിനാ വൃദ്ധസാധനത്തിലോട്ട് പോകുന്നേ? ഒരു വേരക്കമ്പ് വെട്ടിയിട്ട് അവന് 2 തല്ലു കൊടുത്ത് മാറ്റണം അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവൻ മാറ്റും, അത്രേ ഉള്ളൂ. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇവിടെ ഈഗോ അടിച്ച് നടക്കുകയാണെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഈഗോ ആണെന്നോ? ആര് പറഞ്ഞു? അത് കൊടുക്കാം. ദേ വരുന്നുണ്ട് 2 എണ്ണം. അങ്ങോട്ട് ചോദിച്ചു നോക്ക്, ഇപ്പൊ എല്ലാം പറഞ്ഞുതരും. 2 കൊടുക്കാം. ചേട്ടാ, ചേട്ടൻ പറഞ്ഞു അച്ഛൻ ഈഗോ ആണെന്ന്. ഞാനാ? ആ എപ്പ പറഞ്ഞു? നീ ഇവിടെ നുണയാ. എന്റെ ഭാര്യ ആശ എന്നോടെല്ലാം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? എന്താന്ന് പറഞ്ഞെന്നാ, എന്റെ കസേര അവിടുന്ന് എടുത്ത് മാറ്റിയാലേ എനിക്ക് ഈഗോ അടിക്കുമെന്ന് നീ പറഞ്ഞെന്ന്. അയ്യേ, അതവള് തെറ്റിക്കേട്ടല്ലേ. അച്ഛാ, ആ കസേര എഴുന്നിട്ടാണ് ഈച്ച അടിക്കണേന്നാണ് പറഞ്ഞത്. ഈഗോ അടിക്കണമെന്ന് ആരെങ്കിലും പറയൂ? അയ്യേ, അതെന്ത് വർത്താനാളിയാ അത്? അതിന്റെ അർത്ഥം മാമ ഒരു ജോലിയും ചെയ്യാതെ അവിടെ കസേര നീച്ചടിക്കണമെന്നല്ലേ? അതുള്ള കാര്യല്ലേ. ഓ അത് ശരി. അപ്പൊ എന്റെ മക്കളൊക്കെ ഒറ്റക്കെട്ടാണല്ലേ. എടാ മരുമോനെ, നിന്റെ അടുത്ത് ഏതെങ്കിലും അഗതി നമ്പറിന്റെ അഗതി മന്ദിരത്തിന് ചിരിക്കുന്നത്? ഓ അമ്മേ. എടാ അഗതി മന്ദിരത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടോടാ മക്കളെ? ഇവര് കഴുത്തിനെ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് രക്ഷപ്പെടാനാ. എന്റെ അച്ചാച്ചൻ ഇത് ഓവർ ആക്കുമൊന്നും വേണ്ട. ഇപ്പം ഇതും പറഞ്ഞുകൊണ്ട് വൃദ്ധസാനത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. വയസ്സാവുമ്പോഴത്തേക്കും എല്ലാരും ഈച്ച അടിച്ചിരിക്കും, സ്വാഭാവികം. പിന്നല്ലാതെ. ആ, ഈച്ച അടിക്കുന്ന മോശമാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. നീ വലിയ വിശദീകരണം നൽകണ്ടടി മോളെ, എനിക്കെല്ലാം മനസ്സിലായി. ലളിതേ, നീ വാ, നമുക്ക് പോവാം. വല്ല അഗതി മന്ദിരത്തിന്റെ നമ്പരും ഒക്കെ തപ്പിപ്പിടിച്ച് നമുക്ക് അങ്ങോട്ട് അങ്ങ് രക്ഷപ്പെടാം. അമ്മേ, അയ്യോ, മാമൻ പോയാ? ശേ, മാമ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മറ്റേ ഡോക്ടറിന്റെ പണിയുള്ള ഒരു നമ്പർ മാമനോട് ചോദിക്കുന്നല്ലേ? നീ അഗതി മന്ദിരത്തിന്റെ നമ്പറില്ല തപ്പിക്കൊണ്ടിരുന്നേ? ഇങ്ങനെ നോക്കി പറഞ്ഞു കൊടുക്കുമായിരുന്നു നീ നമ്പര്. ഉണ്ടെങ്കിൽ ഒരു സഹായമാവട്ടെ വിചാരിച്ചു. സഹായം അത് തന്നെ. ഭർത്താവിനെ കൊണ്ട് കളയാൻ വല്ല നമ്പർ ഉണ്ടോ? അതന്നെ. ഇങ്ങനെ കൊണ്ട് കളയാൻ ഞാൻ പറഞ്ഞു തരാടി നിനക്ക്. ബാ, ഇത് കൊള്ളല്ലേടാ. 500 വർഷം പഴക്കൊണ്ടെന്ന് ഇറ്റമ്മ പറഞ്ഞു. വെറുതെ പുളി അടിക്കാതെ. ചേച്ചി എന്തോ ഈ ചേട്ടക്കറക്ക് എന്തോ കുത്തുന്ന എനക്കത് തോന്നി. അല്ല, ചുമ്മാ പറയല്ലേ, കള്ളത്തരം പറയല്ലേ. എടാ എന്ത് മാറങ്ങോട്ട്. കുറെ മാക്കൾ പിള്ളേരെ കസേര കയറി നിരങ്ങുന്നു. ഈ എന്തൊരു ചാടാ. ഇതോ ഞാൻ ചാടാണെങ്കിൽ നിനക്കൊക്കെ എന്നെ പുച്ഛമല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ എന്റെ കസേര കയറി ആരും നിരങ്ങണ്ട. ചിറ്റപ്പ LKG പിള്ളേരെ കാട്ടിലും കഷ്ടമാണ് കേട്ടാ. ആ എൽക്കൽ പിള്ളേ കഷ്ടം. നീ കൊണ്ട് കേസ് വിടും. ഞാൻ കൊണ്ടേ കേസ് കൊടുക്കും. ഇതാണോടാ വിവാദമായ കസേര? ഇതോ കണ്ടിട്ട് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ഇതുപോലൊരു കസേര ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതെ അതെ. പിന്നെ അല്ല, 500 വർഷം പഴക്കൊണ്ടെന്നാണ് ഈ ചിറ്റപ്പൻ പറയുന്നത്. ഇവനാണോ പറഞ്ഞത്? എന്നാ പിന്നെ സത്യമായിരിക്കും കേട്ടോ, സത്യം. എടാ നിനക്കിപ്പൊ എന്തിനാടാ ഈ വീട്ടിലൊരു കസേര? അച്ഛൻ വൃദ്ധസ്ഥാനത്തിൽ പോണെന്നും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ? പിന്നെ നീ എന്തോ അച്ഛനെ കൊച്ചാക്കിയെന്നോ ചേട്ടൻ അച്ഛൻ ഈഗോക്കാരനാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാ പറയുന്നത്. എന്ത് സ്വഭാവ ചിറ്റപ്പ. അപ്പൊ ചേട്ടാ ഞാൻ അച്ഛനടുത്ത് വൃദ്ധസ്ഥാനത്തിൽ പോകാനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലേ. എന്തിനാ പറയുന്നേ? അച്ഛന്റെ ചാരി കസേര എടുത്ത് നീ മാറ്റിയിട്ട് ഇതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോഴേ മനസ്സിലായില്ലേ. പിന്നെ അച്ഛൻ എന്ത് ചെയ്യും? വൃദ്ധസ്ഥാനത്തിൽ പോകും. അത് ശരിയാ, ഇൻഡയറക്റ്റ് ആയിട്ട് ചിറ്റപ്പ കുത്തി. പിള്ളേരെ താഴത്തെ അഭിപ്രായം ചോദിച്ചില്ലല്ലേ. ഇറങ്ങ പോ. കൊച്ചു ഓടങ്ങോട്ട് പോ. സുമേ, നീ മര്യാദക്ക് ഈ കസേര എടുത്ത് ഇവിടുന്ന് മാറ്റിയിട്ട് അച്ഛനോട് പോയി സോറി പറ. ഓ ചെല്ലേ. ശരി, ഇനിയിപ്പൊ ഞാൻ കാരണാലും ഇവിടെ ഇനി വൃദ്ധസ്ഥാനത്തിലൊന്നും പോകേണ്ട കാര്യം വല്ലാത്ത കഷ്ടമാണ്. എന്നാ കസേര പിന്നെ മാറ്റാം, അച്ഛനോട് സോറി പറയാം. പിന്നെ മാറ്റാം, ചേട്ടൻ വരട്ടെ. വേണ്ട, നടു കൂടി അച്ഛനോട് സോറി പറയാം.